എവ്രി വൺ. സോ ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആക്കിയിട്ട് ഒരു മിനി വ്ലോഗ് പോലെ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ പോവാണ്. അപ്പോൾ അമ്മ വീടും അമ്മാമ്മമാരെയും അച്ചാച്ചനെയൊക്കെ കാണിച്ചു തരാം. സോ എന്നെ വിവിയാണ് ഡ്രോപ്പ് ചെയ്യാൻ പോണേ. വിവി ഹായ്, സേ ഹായ്. ഹായ്. അവിടെ എത്തിയ വഴിക്ക് ആദ്യം തന്നെ ഈ ചാളക്കറി ചാള വറുത്തതും കൂട്ടിയിട്ട് ഞാൻ ചോറുണ്ടു. അത് കഴിഞ്ഞിട്ട് ചിക്കൻ്റെ പ്രിപ്പറേഷന് വേണ്ട വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ട് ഞാൻ അരിയാനിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മളിങ്ങനെ കുറേ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ സൈഡിൽ കൂടെ അമ്മാമ്മ വന്നിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് കഴിക്കാൻ വേണ്ടി എടുത്ത് തന്നു. കാഷ്യൂ നട്ട്സ് കഴിഞ്ഞു എന്ന് കണ്ടപ്പോൾ ചിറ്റതേ ഒരു ഗ്ലാസ് പായസമായിട്ട് വന്നിട്ട് എനിക്ക് പായസം കുടിക്കാൻ തന്നു. കാരണം ചിറ്റ ഓൾറെഡി പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ചെല്ലണ സമയത്ത്. അപ്പം അതിൻ്റെ ഇടയിലാണല്ലോ ഞാൻ കയറി ചെന്നത്. അപ്പോൾ നല്ല ലാവിഷായിട്ട് നല്ലോണം പായസമൊക്കെ കുടിച്ച് അത് കഴിഞ്ഞപ്പോൾ ചന്ദ്രമാമ വന്നു. ഓരോരുത്തരായിട്ട് ഞാൻ പിന്നീട് പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ മനസ്സിലാക്കാം, ഇതാണ് എൻ്റെ ചന്ദ്രിക എന്നാണ് ഞാൻ വിളിക്കുക. അമ്മാമ്മ എന്നൊക്കെയുള്ള ഫോർമാലിറ്റി വെറും ഫോർമാലിറ്റിയാണ്. കാരണം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. അങ്ങനെ അമ്മാമ്മ ഓരോ വായ ഇങ്ങനെ പായസം കോരിത്തരും. അതിൻ്റെ ഇടയിൽ അമ്മാമ്മ കുറച്ച് കാഷ്യൂ നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടി എനിക്ക് ഒരുമിച്ച് വായിലിട്ട് തന്നു. അങ്ങനെ അതും കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അങ്ങനെ പതുക്കെ ഞാൻ അടുക്കളയിൽ കയറി. കാരണം ചിക്കൻ്റെ പ്രിപ്പറേഷൻ ഡ്യൂട്ടി എനിക്കായിരുന്നു. അപ്പോൾ ചിറ്റ ഓൾറെഡി എനിക്ക് ഉരുളിയൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാട്ടോ ഞാൻ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ ഇട്ടു. പിന്നെ സ്ലൈസ് ചെയ്ത ഒനിയനൊക്കെ ഇട്ടു. പിന്നെ ഞാൻ ഓർത്തു റെസിപ്പി ഒന്നും അങ്ങനെ കാണിക്കേണ്ട, നമ്മുടെ അത്ര വലിയ സ്പെഷ്യൽ റെസിപ്പി ഒന്നുമല്ല. എന്തൊക്കെയാണ് കഴിച്ചിട്ട് മാമ്പഴക്കറി അമ്മാമ്മ മാമ്പഴ വേവിച്ചിട്ടുണ്ട്. ഓക്കേ കോട്ടെ അടച്ചിട്ടു. ഇത് ഓട്ടടേ പൊടി ചക്കട ഉണ്ടാക്കാൻ പ്ലാനായിരുന്നു, പക്ഷെ പാളി പോയി. ചിക്കൻ കറി സ്പെഷ്യൽ ചിക്കൻ. അതെ അതെ, ഞാനാണെങ്കിൽ ചിക്കൻ കറി. അമ്മമ്മ കാണിച്ചുതരാം. ഒരു സമ്മമ്മ അമ്മമ്മ ഒരു ഹായ് പറയൂ. ഹായ് പറഞ്ഞേ. അതെ ഇവിടെ ഹായ് പറയും. ഹായ്. നല്ല മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട് ചിറ്റ. പിന്നെ ഞാൻ ചിക്കൻ കറി വെച്ചു. അട ചൂടുന്നുണ്ട്. പിന്നെ നല്ല ചോറുണ്ട്. പോയി ചോറുണ്ടാട്ടെ, വിശക്കുണ്ടത്. ഇതൊക്കെ കണ്ടട്ടെ നല്ല വിശപ്പ്. അപ്പോൾ കഴിച്ചിട്ട് നല്ല രസം കേട്ടാണോ. അപ്പൊ അമ്മാവനെ പഞ്ചസാര വാരിട്ടു, നാളികേരം ഇട്ട് കുഴച്ചു. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞ ഓട്ടട പോലെ ആക്കാം. ഞങ്ങളുടെ ചക്കട പ്ലാൻ ഫ്ലോപ്പായി. നമ്മൾ അരിയട ഉണ്ടാക്കി. അരിയല്ലേ അത്? ചൂട്. ഇതാണ് നമ്മുടെ അമ്മമ്മമാരുടെ വീടിൻ്റെ പാക്ക് ഭാഗം. അപ്പം ഞാൻ അങ്ങോട്ട് ചില്ല. ശാന്തേ ഞാൻ തുറന്നുതരാം. അങ്ങനെ ഞാനത് തുറന്നു കൊടുക്കാൻ പോയതാണ്. അമ്മമ്മ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ വീഡിയോ എടുക്കായിരുന്നു എന്ന്. അപ്പം അമ്മമ്മ പറഞ്ഞു വിട്ടോളാൻ. അത് കാരണം കേട്ടോ ഞാൻ അതൊക്കെ വീഡിയോയിൽ ആഡ് ചെയ്തത്. ഇതാണ് ഞങ്ങളുടെ അമ്മാമ്മമാരുടെ വീട്. ഇതാണ് ചന്ദ്രമാമ, അതായത് ഞാൻ ചന്ദ്രിക എന്ന് വിളിക്കും. മറ്റേത് ശാന്തമാമ, ഞാൻ ശാന്തയെന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ അമ്മാമ്മമാരെയൊക്കെ കണ്ടില്ലേ. ഇത് ആക്ച്വലി എൻ്റെ അമ്മയുടെ അമ്മായിമാരാണ്, പക്ഷേ ഞങ്ങളുടെ അമ്മാമ്മമാർ തന്നെ. അപ്പോൾ ഇതാണ് ബാക്കിലത്തെ വീട്. 2 വീടുണ്ട് ആക്ച്വലി അമ്മ വീടെന്ന് പറയുമ്പോൾ. ഒന്ന് ഫ്രണ്ടിലത്തെ വീടും ഒന്ന് ബാക്കിലത്തെ വീടും. അപ്പോൾ ഇതെൻ്റെ അച്ചാച്ചനും എൻ്റെ അമ്മാമ്മയാണ്. ഫ്രണ്ടിൽ കണ്ടതും എൻ്റെ അമ്മാമ്മമാരാണ്. അപ്പോൾ നേരത്തെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിരകി നടക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ അമ്മമ്മമാരൊക്കെ വന്നു. അങ്ങനെ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ച് തുടങ്ങിയപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഓൾറെഡി നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരുമിച്ചൊക്കെ കൂടി തന്നെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരു രസമാണ്. എനിക്ക് ഓൾറെഡി അമ്മ വീട്ടിൽ പോകാൻ ഇതാണ് ഏറ്റവും ഇഷ്ടം. കാരണം നല്ല അത് അച്ഛൻ്റെ വീട്ടിൽ പോയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. കാരണം അച്ഛമ്മ ഉണ്ടാക്കുന്ന ഫുഡ്, അമ്മമ്മമാരുണ്ടാക്കുന്ന ഫുഡിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അങ്ങനെ നല്ല മാമ്പഴ പുളിശ്ശേരിയും ഞാനുണ്ടാക്കിയ ചിക്കൻ കറിയും പപ്പടവും പുളിഞ്ചിയും
അങ്ങനെ എല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ പായസം ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് പായസമൊക്കെ മേടിച്ചെടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം നല്ല രസമായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒന്ന് പോയിട്ട്, ഇപ്പോൾ ചിറ്റയ്ക്ക് ഓൾറെഡി ലീവായിരുന്നു. അപ്പോഴാണ് ചിറ്റ വരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയത്. അപ്പം ഞാൻ ഓർത്ത് ഇതൊക്കെ ഒരു മെമ്മറി ആണല്ലോ ഇങ്ങനെ ഒന്ന് ക്യാപ്ചർ ചെയ്ത് വെക്കുന്നതൊക്കെ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ ക്യാപ്ചർ ചെയ്തത്. കാരണം എല്ലാവരെയും കാണാമെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഭയങ്കര അടിപൊളി ഫീലിങ്സ് ആണ്. അപ്പം ബേസിക്കലി പറയുകയാണെങ്കിൽ ഇതെൻ്റെ അമ്മ വീടാണ്. ഇവിടെ അച്ചാച്ചൻ, അമ്മാമ്മ, പിന്നെ അമ്മയുടെ 2 അമ്മായിമാരാണുള്ളത്. അപ്പോൾ ഇന്ന് ഇപ്പം ഇത്ര നേരമായില്ലേ, കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതും കൂടി ഒന്ന് ക്യാപ്ചർ ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്തിടാം. ഇപ്പം എന്തായാലും ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് സംസാരിക്കും, കുറച്ച് കുറ്റങ്ങളൊക്കെ പറയും. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടക്കണം. കുറച്ച് പണിയുണ്ട്, ആ വർക്കും കൂടി ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ചായ കുടിക്കണ നേരത്തെ കാണാം. ഉറങ്ങാനുള്ള ഗ്യാപ്പൊന്നും കിട്ടിയില്ല. നേരെ ഞാൻ അമ്മമാരുടെ അടുത്തേക്ക് പോയി. ഒന്നും കിട്ടിയില്ല ഗൈസ്. അതെ, പേഴ്സൊക്കെ കാലിയാണ് ഗൈസ്. ഒന്നും കിട്ടിയില്ല. ഞങ്ങള് പഴയ പേപ്പറുകളൊക്കെ കളയാനായിട്ട് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ പേഴ്സ് കാലി, ഫുൾ കാലി. കളയാം ഒരു ലോഡ് ഹോസ്പിറ്റലില്. അപ്പൊ ഞങ്ങള് ഇതും കൂടി ക്ലീൻ ചെയ്തിട്ട് വരാം. ഞാൻ ഇവിടെ ഇരുന്ന് ആലോചിച്ചു, ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെ ഇവിടെ മാത്രമേ നമ്മുടെ മൊത്തം വീട്ടിൽ ഇവിടെ മാത്രം ഫ്രെയിം ഉള്ളത് തോന്നുന്നുണ്ടല്ലേ. പഴയ ഫോട്ടോസ് ഫ്രെയിം എന്ന് വെച്ചത് നടുക്കത്തില്ല ചന്ദ്രമാമ. ഇതാണ് ചന്ദ്രമാമ. ഇതെന്റെ അമ്മയുടെ കല്യാണ ഫോട്ടോ ആയിരുന്നു, പക്ഷെ കേടായി. ഇതോ ശാന്തമാമി, ചന്ദ്രമാമി, ദീലി കുണിഞ്ഞാൻ. അത് മാമനും ആന്റിയും പിന്നെ ഞാനും അച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അമ്മമ്മമാര്. ഇത് എൻ്റെ ഗ്രേറ്റ് മെറ്റേണൽ ഗ്രാൻഡ് ഫാദറാ അല്ലേ, മുത്തച്ചാച്ചൻ. അതായത് അത് മുത്തിയമ്മാമയും മുത്തച്ചാച്ചനും. ഇത് മുത്തച്ചാച്ചന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോയാ. പിന്നെ ഇവിടെ കുറെ ഫോട്ടോസ് ഉണ്ടായിരുന്നു, കുറെ ഒക്കെ കേടായില്ലേ. ഇത് മാമനല്ലേ, ഇതെന്റെ മാതുലൻ. ഇതാ മാതുലന്റെ മകൻ. അതെ, ഇതാ മാമന്മാര് മലക്കി വഴിപ്പെടുത്ത ഷൂ പാവം. ചിറ്റാടി ചായ കൊണ്ടുവന്നു. ഓ മൈ ഗോഡ്, ചായ. ആ കൊടുത്തേ. ഇതാണോ കുഞ്ഞിത്? വായതല്ലോ. അങ്ങനെ ഞങ്ങളും 4 പേരും കൂടി ചായ കുടിക്കാനിരുന്നു. അപ്പം നേരത്തെ നമ്മൾ ചുട്ടുവെച്ച അടയുണ്ടായിരുന്നു, പിന്നെ മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു, പിന്നെ നല്ല കട്ടൻ ചായയും. ചന്ദ്രികയുടെ ചായക്ക് നല്ല ടേസ്റ്റാണ്. അത് അങ്ങനെ എല്ലാവർക്കും അങ്ങനെ, എനിക്ക് എല്ലാ കട്ടൻ ചായ അങ്ങനെ ടേസ്റ്റി ഫീൽ ചെയ്യാറില്ല. പക്ഷെ അമ്മാമ്മ ഉണ്ടാക്കുന്ന കട്ടൻ ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, എല്ലാവരും ഇങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ ചായ കുടിച്ചു. മാങ്ങ തന്നിട്ടിങ്ങ ഞാൻ തമ്പുരോനോട് പോയി പറയും എന്നോട്. ദീരിക്കണ മുതലല്ലേ അത്. അങ്ങനെ ഞങ്ങൾ വിളക്കൊക്കെ വെച്ചു. ഞാനും ചിറ്റിൻ്റെ ഉമ്മർത്തിരിക്കുന്നു. നമുക്ക് പുഴയ്ക്ക് പോകാൻ പറ്റിയില്ല. നാളെ രാവിലെ പുഴയിലൊക്കെ പോയിട്ട് കാണിച്ചു തരാം. പുഴയിലല്ല, കടവിക്കൊക്കെ പോയിട്ട് കാണിച്ചു തരാം. അതാണ് ഇവിടുത്തെ മെയിൻ. എല്ലാവരും വേണം. എല്ലാവരും വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. ആരും വരില്ലേ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോ മറ്റേ മേച്ചറങ്ങൾ തന്നെ, അല്ലെങ്കിൽ ഇന്ന് പോവായിരുന്നു. 6 മണിയപ്പോ എനിക്ക് തോന്നി. അച്ഛാ അച്ഛാ ഇവിടെ വന്നേ. അച്ഛ സീരിയല് കാണുക. ഇവിടെ വന്നേ. നടക്കാൻ പറ്റല്ലേ? നടക്കാൻ പറ്റല്ലേ? ഇതില് വീഡിയോയില് വരാൻ വേണ്ടിട്ട് വിളിച്ചു. ഇന്ന് പറയണത് മൊത്തം ഉൾട്ടയാണല്ലോ. ഇനി ഇവിടെ കാലത്ത് നിന്ന് പോയാൽ ഈശ്വരാ.
അങ്ങനെ കുറച്ച് ഇരുട്ടായി കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും കൂടി വന്നു. കാരണം ഇവിടെ ഇത്ര അധികം സാധനങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അച്ചാച്ചനും അമ്മാവന്മാർക്കൊന്നും ഒരു സമാധാനം ഉണ്ടാവില്ല. ഇതൊക്കെ അമ്മയ്ക്കും ചിറ്റയ്ക്കും മാമനൊക്കെ എത്തിക്കാണ്ട്. ആക്ച്വലി മാമൻ്റെ വീട് ഇപ്പോൾ കുറച്ച് ദൂരെ ആയതുകൊണ്ടാണ് മാമന് സാധനങ്ങൾ എത്തിക്കാൻ പറ്റാത്തത്. അടുത്തായിരുന്നെങ്കിൽ ഇതും വിളിച്ചു കൊടുത്തേനെ. കാരണം നമ്മളെയൊക്കെ എപ്പോഴും വിളിച്ച് തരും. അപ്പോൾ വീട്ടിൽ ഓൾറെഡി നമ്മൾ ചിക്കൻ കറിയും മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കിയത് അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം അമ്മേനെയും അച്ഛനെയും വിളിച്ച് വരുത്തിയിട്ടാണ് നമ്മളിതൊക്കെ കൊടുക്കണത്. സംഭവം എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു രസമാണ്. അങ്ങനെ അമ്മയും അച്ഛനും വന്നിട്ട് അന്ന് രാത്രി തന്നെ അവർ തിരിച്ചു പോയി. പിന്നെ രാത്രിയത്തെ അധികം വീഡിയോസ് ഒന്നും പിന്നെ എടുക്കാൻ പറ്റിയില്ല. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പോൾ ശാന്തമാമയ്ക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണേ പാല്. ചിറ്റ് രാവിലെ തന്നെ ഭയങ്കര അരയ്ക്കലും വേണ്ടേ. ഞാൻ ചെന്നപ്പോൾ തൊട്ട് ഫോൺ പിടിച്ചടക്കണ കണ്ടിട്ട് അമ്മാമ്മയ്ക്ക് തുടങ്ങിയതാണ് ഈ നാണം. അമ്മാമ്മേൻ്റെ അടുത്ത് ഹായൊക്കെ പറയാൻ പറഞ്ഞിട്ട് അമ്മമ്മ ചിരിക്കണുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മുടെ പായസം ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സേമിയോ പായസം ശാന്തമാമ കുടിക്കില്ല. അപ്പം അമ്മാമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പെഷ്യലായിട്ട് ഈ പായസം. ഹലോ, സോ ഇവിടുത്തെ പായസം വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചിറ്റടെ. അപ്പോൾ ഞാൻ ഇതവരെ കുടിച്ചിട്ടില്ല. ഞാൻ കുളിക്കാനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ കുളിച്ചിപ്പോൾ റെഡിയായി. ഇനി അഞ്ചും ശ്രീനും കുറച്ചും കൂടി കഴിഞ്ഞാൽ വരും. അവർ വന്നിട്ട് നമുക്ക് ഇവിടുത്തെ, അതായത് അമ്മ വീടിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഒരു സീനറി ഒക്കെ ഉണ്ട്, അതൊക്കെ കാണിക്കാം. എനിക്ക് കാണാൻ ഏത് ഇല്ല. ഹലോ, ഫൈനലി നമ്മുടെ 2 കസിൻസ് ഇവിടെ എത്തിരിക്കുകയാണ്. ചിറ്റ മുട്ടൊക്കെ കുത്തിക്കൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് പായസം എടുത്തു. പായസം കുടിക്കാം. നിങ്ങളാരെങ്കിലും കുടിച്ചാ? എന്താ അഭിപ്രായം? നല്ല പായസം. ചിറ്റയ്ക്ക് അപ്രൂവൽ കൊടുത്തതാണ്. അങ്ങനെ പായസമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ആദ്യം ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമുക്ക് പുഴയുടെ അടുത്തേക്ക് പോവാമെന്ന് വിചാരിച്ചു. വേണ്ട, ഞങ്ങൾ നല്ല കുട്ടികളായതുകൊണ്ട് ഞങ്ങൾക്ക് ഫുഡ് ഞങ്ങളെ പ്ലേറ്റിൽ തന്നെ, അല്ല ഐ മീൻ ഞങ്ങൾ ഇരിക്കണോടെ തന്നെ വന്ന് കിട്ടും. നിങ്ങൾ കാണിച്ചേ. ഞാനാ എനിക്ക് ആക്ച്വലി അമ്മാമ്മ തംസപ്പ് ചെയ്ത വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അമ്മാമ്മ നമ്മുടെ ഒരു ട്രാക്കിലേക്ക് വന്നു തുടങ്ങി. എൻജോയ്മെൻ്റ് ആണ് ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ പുഴയ്ക്ക് ഇറങ്ങി. ഇതുവഴിയാണ് ഇങ്ങനെ നടന്നു പോവുക. ആക്ച്വലി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയൊരു സീനറി ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. കാരണം അവിടെ ഇപ്പോൾ നിറയെ എന്താ പറയുക പുല്ലൊക്കെ പിടിച്ച് ആരും ഇപ്പോൾ വരാറില്ല. ഞങ്ങൾ അവിടെ ഇതൊരു ശരിക്കൊരു മഞ്ഞയാണ്. അപ്പോൾ ഇവിടെ സാമിയും മഞ്ഞയാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എപ്പോൾ വന്നാലും അവരുടെ അടുത്ത് കാണാനും സംസാരിക്കാനൊക്കെ പോവാറുണ്ട്. അപ്പോൾ ഈ കടവിലാണ് നമ്മൾ പണ്ട് വന്ന് കുളിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. ഇപ്പോൾ അവിടെ ആരും അങ്ങനെ ഇറങ്ങി കുളിക്കാറൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. പിന്നെ വെള്ളമൊക്കെ ഓൾറെഡി മോശമായിട്ട് കിടക്കുമായിരുന്നു. ഈ കടവ് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചാലും എന്താ പറയുക ഉൾട്ടി അടിച്ചു എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. കാരണം നല്ല ഭംഗിയായിരുന്നു ഇവിടെയൊക്കെ കാണാനായിട്ട്. ഭംഗിക്ക് കുറവൊന്നുമില്ല, എങ്കിൽ കൂടി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ. പിന്നെ നമ്മൾ അതിൽ നടന്നു പോകാനായിട്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് പുല്ല് പിടിച്ച് കിടക്കുമായിരുന്നു. ഈ ഭാഗമൊന്നും ഇങ്ങനെയേ അല്ലായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഇവിടെ രാപ്പാൾ നിൽക്കാൻ വരുന്ന സമയത്ത് എന്താ പറയുക എല്ലാവരും കൂടി കുളിക്കാൻ വരലും അലക്കാൻ വരലും ഒക്കെ ഈ കടവിലായിരുന്നു. ഇത് ആക്ച്വലി ഒരു നടവഴി ആയിരുന്നു. പക്ഷേ ഇത് അവിടെ ആ ഭാഗം മൊത്തം കെട്ടി വെച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. അത് കാരണം കൊണ്ടായിരിക്കാം മേ ബി ആൾക്കാർക്ക് വരാൻ ബുദ്ധിമുട്ടായതും പിന്നെ ഈ കടവിങ്ങനെ ആവാൻ കാരണവും അതായിരിക്കാം മേ ബി. പിന്നെ പുഴയിലെ വെള്ളം ഓൾറെഡി മോശമായിരുന്ന കാരണം നമ്മളങ്ങനെ ഇറങ്ങാനൊന്നും നിന്നില്ല. പിന്നെ ഞാൻ ചിറ്റേരെ അടുത്ത് പറഞ്ഞു ഞാൻ ഇറങ്ങുന്നില്ല, ചിറ്റൊന്ന് ഇറങ്ങിപ്പോയിട്ട്. കാരണം അവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ ഒരു നമ്മൾ കുറുമാലി പാലൊക്കെ കാണാം. അപ്പോൾ സ്റ്റെപ്സിൻ്റെ അവിടെയും നിറയെ എനിക്ക് തോന്നുന്നു പണ്ട് വരുന്ന പോലെ ആൾക്കാർ ആരും അങ്ങോട്ട് വരാറില്ല എന്ന് തോന്നുന്നു കണ്ടപ്പോൾ എനിക്കൊരുപാട് വിഷമമായി. കാരണം എൻ്റെയൊക്കെ ചൈൽഡ്ഹുഡ് മെമ്മറീസാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക നശിച്ചു പോകാതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ.
അങ്ങനെ ഞാൻ ചിറ്റയുടെ അടുത്ത് വന്നപ്പോൾ ചിറ്റ എനിക്ക് കുറച്ച് ഫുട്ടേജൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കണ്ടുനോക്കാം. ഈ മനയുടെ തന്നെ ഒരു ഭംഗി കണ്ടോ. പക്ഷെ ഇപ്പം അത് ഒരുപാട് റെനോവേഷനൊക്കെ നടന്നു. പക്ഷെ എങ്കിൽ കൂടി ആ പഴയൊരു തനിമ അതിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.